വീടുകളിലെ സ്വീകരണ മുറികൾ കീഴടക്കുന്നത് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റുകളാണ് അല്ലേ? ഇൻഡോർ പ്ലാന്റുകൾ കൊണ്ട് വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു അധ്യാപിക. അമരവിള സ്വദേശിനി രേഷ്മ ഏഞ്ചലിന്റെ കൃഷിത്തോട്ടത്തിലാണ് വിവിധ ഇനം ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. ഇൻഡോർ പ്ലാന്റുകളുടെ വലിയ ശേഖരമുണ്ട് രേഷ്മയുടെ വീട്ടിൽ. 5 സെന്റിലുള്ള വീടിന്റെ ടെറസ് നിറയെ വിവിധ ഇനങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള ചെടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. 7 വർഷമായി രേഷ്മ പൂന്തോട്ടം ഒരുക്കി തുടങ്ങിയിട്ട്. ആദ്യം ഇൻഡോർ പ്ലാന്റുകൾ നട്ടുപിടിപ്പിച്ചു. കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്ത് വീടിന് മുകളിൽ ഷെഡ് സ്ഥാപിച്ചു. കൃഷിഭവന്റെ വിവിധ സബ്സിഡിയോടെ മട്ടുപ്പാവിൽ നട്ടു പരിപാലിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള അപൂർവ ഇനം ചെടികളും ഈ തോട്ടത്തിൽ വിപുലമാക്കി. കണ്ടും കേട്ടുമറിഞ്ഞ് നിരവധി പേർ ഇൻഡോർ പ്ലാന്റിനായി രേഷ്മയെ തേടിയെത്തുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിന് പുറമെ മണി പ്ലാന്റ്, ഫേൺസ്, അഗ്ലോണിമ, ഫിലോഡൻഡ്രോൺ, കാക്ടസ്, സക്കുലൻസ്, പിക്ചർ പ്ലാന്റ്സ്, ബോൺസായ്, ഹോയ എന്നിവയ്ക്ക് പുറമെ വിവിധ ഇനം ഓർക്കിഡ്, അഡീനിയം, ഹൈബ്രിഡ് ബൊഗെയിൻവില്ല, ക്രീപ്പർ പ്ലാന്റ്സ്, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് തുടങ്ങിയവയും രേഷ്മയുടെ പൂന്തോട്ടത്തിൽ സമൃദ്ധമായി വളരുന്നു. അധ്യാപന ജോലിയുടെ തിരക്കിലാണ് രേഷ്മ ചെടി പരിപാലിക്കാൻ സമയം കണ്ടെത്തുന്നത്. മണ്ണ് ശേഖരിച്ച് ചകിരിച്ചോറ്, പെർലൈറ്റ്, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത മിശ്രിതമാണ് ചെടികൾ നടാനായി ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതും വെയിൽ ഏൽപ്പിക്കേണ്ടതും ചെടികളുടെ സ്വഭാവമനുസരിച്ച് വേണമെന്നത് നിർബന്ധമെന്നാണ് രേഷ്മ പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ ചെടിക്കും ഓരോ രീതിയിലാണ് പരിചരണം. ഇൻഡോർ പ്ലാന്റ്സിന് അധികം വെയിൽ വേണ്ട, ഡയറക്റ്റായിട്ട് പതിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം അധികം വേണ്ട. കാരണം വെയിൽ കുറവായ സ്ഥലത്ത് നിൽക്കുന്നത് കാരണം വെള്ളവും അളവ് കുറച്ച് മതിയാകും. എന്നാൽ നമ്മുടെ ബൊഗെയിൻവില്ല എടുക്കുകയാണെങ്കിൽ അതിന് നല്ല വെയിലാണ് ആവശ്യം. സരസ് മേളകൾക്ക് പുറമെ വിവിധ കാർഷിക മേളകളിലും രേഷ്മയുടെ ചെടികൾ പ്രദർശനത്തിനായി എത്തിക്കാറുണ്ട്. നെയ്യാറ്റിങ്കര കൃഷിഭവന്റെ യുവ കർഷക ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം രേഷ്മയെ തേടിയെത്തിയിട്ടുണ്ട്. കൃഷി ചെയ്യാനുള്ള താല്പര്യവും കുറച്ച് അധ്വാനശീലവും ഉണ്ടെങ്കിൽ ആർക്കും നല്ലൊരു വരുമാനമാർഗം തന്നെയാണ് ഇൻഡോർ പ്ലാന്റ് കൃഷിയെന്ന് രേഷ്മ പറയുന്നു. അധ്വാനിക്കാനുള്ള മനസ്സും കൃഷി ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഏതൊരു വീട്ടമ്മയ്ക്കും മട്ടുപ്പാവ് കൃഷിയിലൂടെ മികച്ച വരുമാനം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് രേഷ്മ എന്ന ഈ വീട്ടമ്മ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര.